ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വോൾക്സ്വാഗൻ്റെ തോറഗാണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് ബ്രേക്ക് പാഡ് റിപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ വാഹനത്തിൽ ബ്രേക്ക് പാഡിൻ്റെ മാത്രമല്ല വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വാണിംഗ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ടയർ പ്രഷറിൻ്റെ വാണിംഗ് ഉണ്ട്, അതേമാതിരി തന്നെ എയർ ബാഗിൻ്റെ വാണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേമാതിരി തന്നെ സീറ്റിൻ്റെ ചൈൽഡ് ലോക്കിൻ്റെ വാണിംഗും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് റിപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേമാതിരി എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് മാറുമ്പോൾ സർവീസ് മോഡിലേക്ക് ആക്കുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത്. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് നമുക്ക് ഈ സർവീസ് മോഡിലേക്ക് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ വാഹനത്തിന്റെ റിയർ ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ സർവീസ് മോഡിലേക്ക് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇതൊരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്, അതുകൊണ്ട് തന്നെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന മോട്ടർ എന്ന് പറയുന്നത് വാഹനത്തിന്റെ റിയർ വീലിലാണ് വരുന്നത്. നമ്മൾ ഈ വാഹനം കംപ്ലീറ്റ് സ്കാനിങ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തൊക്കെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ ഫോൾട്ട് പെർമനന്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് സർവീസ് മോഡിലേക്ക് ആക്കേണ്ട ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഹോട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് കണ്ടല്ലോ, ഹോട്ട് ഫംഗ്ഷൻ. അതിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സർവീസ് മോഡിലേക്ക് ആക്കേണ്ട ഓപ്ഷൻ കിട്ടുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കോർണറിൽ EPB എന്ന് പറയുന്നത് കാണാം. EPBയിൽ നമുക്ക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ എടുക്കുക, ബ്രേക്കിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്താണ് റിപ്ലേസ് ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ അത് സർവീസ് മോഡിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. ആ ഓപ്ഷനുകൾ എന്തൊക്കെ നമ്മളത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് മോഡിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, എന്തൊക്കെയാണ് പറയുന്നത് ആ പ്രൊസീജിയർ പ്രകാരം മാത്രം പോയതിന് ശേഷം നമുക്കത് സർവീസ് മോഡിലേക്ക് ആക്കാം. ഇനി അതേമാതിരി തന്നെ ബ്രേക്ക് പാഡൊക്കെ മാറിയതിന് ശേഷം നമുക്കത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ സർവീസ് മോഡിലേക്ക് ആയി. സർവീസ് മോഡിലേക്ക് ആയത് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് ഇതിൻ്റെ സ്വിച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ആവത്തില്ല, കാരണം അത് സർവീസ് മോഡിലേക്ക് ആയി കിടക്കുകയാണ്. ഇനി നമ്മളിത് ബ്രേക്ക് പാഡൊക്കെ മാറിയതിന് ശേഷം നമുക്കത് സർവീസ് മോഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലിങ്കിങ് മാറുന്നതാണ്. അപ്പോൾ ഞാനിത് മാറുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് സർവീസ് മോഡിലേക്ക് ആക്കുന്നത്, അതേമാതിരി എന്തുകൊണ്ടാണ് ഇത് നമുക്ക് സർവീസ് മോഡിലേക്ക് ആക്കേണ്ട ആവശ്യം വരുന്നതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു വാഹനത്തിൻ്റെ റിയർ പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് ഈ ഒരു കാലിപ്പറിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഇത് കണ്ടുള്ള ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറുന്ന വീഡിയോ ഞാൻ പറഞ്ഞ് കാണിക്കുന്നില്ല. ഇത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്ക് പാഡ് നമ്മൾ മാറിയിട്ടുണ്ട്. പുതിയ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഷിബിനാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ ഷിബിൻ പറഞ്ഞ് ഞാൻ വീലൊക്കെ കറക്കി കുത്തി ഞാൻ ഇട്ട് കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈക്കുകളുടെ ബഹളമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ലൈക്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സർവീസ് മോഡൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ അകത്ത് ബ്രേക്കിൻ്റെ വാണിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.